ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നത്തെയും പോലെ ഞാനും സാന്ദ്രയും ദേ കോളേജിലേക്ക് നടക്കുവാണ്. എഗ്മോർ എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കോളേജ് ഉള്ളത്. മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നാണ് കോളേജിന്റെ പേര്. അപ്പോൾ ഞങ്ങൾ എത്തിയതും നമ്മളെ കാത്ത ഒരു ഗസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബ്രേക്കിനായിട്ട് ഇറങ്ങി. താഴെ പോയി അശ്വനി മാമിനെയും വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്കിന് പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ടൈമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കോളേജിന്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചത് ചെന്നൈയിൽ മരങ്ങളൊന്നും ഇല്ല, ഫുൾ വെയിലായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ നാട്ടിലേക്കാളും റോഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ നമുക്ക് ഈ സിറ്റിയിൽ തന്നെ കാണാൻ കഴിയും. അവർ 3 ഓരോ ചായ വാങ്ങി. ഇന്നലെ ഞാനായിട്ട് വീഡിയോ കണ്ടുകൊണ്ടുള്ള ചിരിയാണ്. ഇത് ഷുഗർ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചായ നിർത്തിയതെങ്കിലും കേക്ക് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം കഴിച്ചു ഞാൻ. അപ്പോഴേക്കും നമ്മുടെ സത്യം എത്തി കേട്ടോ. അവളുടെ കയ്യിലുള്ള ഈ ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടോ. കാരണം ഈ ഹോസ്റ്റൽ ഫുഡിനിടയിൽ സത്യം കൊണ്ടുവരുന്ന ഫുഡ് നമുക്ക് വലിയൊരു റിലീഫാണ്. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലെത്തി. നോക്കുമ്പോൾ വേറൊരു ഗസ്റ്റ് നമ്മളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു. കോളേജിന്റെ നടുവിൽ വലിയൊരു മരം ഉള്ളതുകൊണ്ട് തന്നെ നിറയെ തത്തകളും പ്രാവുകളും അണ്ണന്മാരും കാക്കകളും ഒക്കെ നമുക്ക് സ്ഥിരം കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ ലഞ്ചിന് വേണ്ടി ഇറങ്ങി. ഇന്നത്തെ സ്പെഷ്യൽ മീൻ കുളമ്പായിരുന്നു കേട്ടോ, അതായത് മീൻ കറി. കൂടെ നല്ല മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഫിഷിൻ്റെ ഫാനില്ലാത്ത ഞാൻ പോലും ഈ കറിക്ക് മുമ്പിൽ വീണു പോയിട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ കറിക്ക്. ചെറിയൊരു പീസ് ഫ്രൈ മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. പക്ഷെ ശരിക്കുള്ള ടേസ്റ്റി കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അത് ദോശയും മീൻ കറിയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷേ ഐ ലവ് ഇറ്റ്. അശ്വതയുടെ പ്ലേറ്റിലിരിക്കുന്നത് ക്യാൻറ്റീൻ ഫുഡാണ്. 70 രൂപയ്ക്കാണ് ഇവിടുത്തെ മീൽസ്. പിന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് എന്താ ക്യാബേജ് ഉപ്പേരിയും സാമ്പാറുമായിരുന്നു ഫുഡായിട്ടുണ്ടായിരുന്നത്. വർക്ക് കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇന്ന് ആഗ്നസ് നമ്മുടെ കൂടെ ഉണ്ട്. പോകുന്ന വഴി സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് എഗ്ഗ് വാങ്ങണമായിരുന്നു. കാരണം സാന്ദ്ര ഓർഡർ ചെയ്തിട്ടുള്ള എഗ് ബോയിലർ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എഗ്ഗും വാങ്ങി ബോയിലറും എടുത്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇന്ന് കുറച്ച് ടയേർഡാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.